അങ്ങനെ വിജയ് ദേവരകൊണ്ടനെ വെച്ച് എടുത്ത പടമാണ് ലൈഗർ. എടുക്കേണ്ടിയിരുന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഡയറക്ടർ എടുത്തു പോയില്ലേ. ഈ പടത്തിൽ വിജയ് ദേവരകൊണ്ട ഒരു ബോക്സറാണ്. വിജയ് ദേവരകൊണ്ടയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, വിക്കലുള്ളവനെ കളിയാക്കില്ല, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യും. പക്ഷേ ഇതിൽ ഇവൻ കാണിക്കുന്ന വിക്കൽ അത് കുറച്ച് അന്യായ വിക്കലായി പോയിട്ടാ. വാട്ട് എ അണ്ടർ റേറ്റഡ് വിക്കൽ. പിന്നെ ഈ വിക്കൽ വെച്ച് കുറച്ച് വെറുപ്പിക്കലൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിൽ തന്നെ ഡയറക്ടറിനൊക്കെ ഒരു സന്തോഷമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് സീൻസിലൊക്കെ വെറുപ്പിക്കലുണ്ട് കേട്ടാ. ഇങ്ങനെ ഫൈറ്റർ 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 ഐ ആം എ ഫൈറ്റർ. പിന്നെ വിക്കൽ വെറുപ്പിക്കൽ കഴിഞ്ഞിട്ടാണ് ഒരു കുരുപ്പിന്റെ വെറുപ്പിക്കൽ. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഈ പടത്തിന്റെ ഹീറോയിനാണ്. ഈ പണ്ടാരെ കുറച്ച് വന്നതിന് ശേഷം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടത്തും ആദരം വന്ന പോലെയൊക്കെയാണ് ഇവളുടെ കാട്ടിക്കൂട്ടിലൊക്കെ. മൊത്തത്തിൽ കോമഡി ആയി. നമുക്കൊന്ന് അടുത്ത കഥയിലോട്ടൊന്ന് കിടക്കാം. ഈ പടത്തിൽ ലൈഗർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ അമ്മ ശിവഗാമി ദേവിയാണ്. പക്ഷെ ശിവഗാമി ദേവിക്ക് ഒരു കാര്യം പിടികിട്ടിയില്ല, പടം മാറിപ്പോയെന്ന്. അതായത് ബാഹുബലിയിൽ നിന്ന് ഇറങ്ങി വന്ന് സെറ്റിൽ നിന്ന് അങ്ങനെ ഇതെന്ന് അഭിനയിച്ച പോലെയാണ്. ആ ഒരു ക്യാരക്ടറിന് ഒരൊറ്റ മാറ്റമില്ല. ബട്ട് എ ഡെഡിക്കേഷൻ ഓൺ ദ ക്യാരക്ടർ ഓഫ് ശിവഗാമി ദേവി. മേഞ്ചി. പിന്നെ ഇവൻ ബോക്സിങ് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലബ്ബിൽ പോകും. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ മെയിൻ ആളുടെ അടുത്ത് ഇവൻ്റെ അമ്മ സംസാരിക്കുമ്പോൾ കണ്ണലൊക്കെ ഇങ്ങനെ തുറപ്പിക്കുക. അതിനെ ഒരുകൂടെ മര്യാദയ്ക്ക് സീറ്റ് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ നോക്കുക. പക്ഷെ അതിൽ തന്നെ അയാൾക്ക് പിടികിട്ടും. അമ്മീ പറഞ്ഞ പോലെയാവും അയാൾ. പിന്നെ ഇവന് വന്നിട്ട് ഇവൻ്റെ അമ്മ മാസം കൊല ഡയലോഗൊക്കെ അടിച്ചിട്ട് അവിടെ ഒരു പണി വാങ്ങിച്ചു കൊടുക്കും. വേറെ പണിയൊന്നുമില്ല, പ്രത്യേകിച്ച് തുടയ്ക്കുക അങ്ങനത്തുള്ള അല്ലറ ചില്ലറ പണിയൊക്കെ. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ ഇവനെ കൊണ കാണിച്ച് ഒരു അടിക്ക് വിളിക്കും. പിന്നെ മാസ് അട്ടിയാണ് അവിടെ. അതിന് മുമ്പ് ഇവൻ്റെ കുറേ ആംഗ്യ ഭാഷകളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയൊക്കെയോ കിടന്ന് കാണിക്കും. നമുക്ക് എന്തൊക്കെയൊക്കെയോ ആണ് തോന്നുക. ഇനിയിപ്പോൾ ഡയറക്ടർ ചിന്തിച്ചത് നമ്മൾ ചിന്തിച്ചപ്പോൾ ഒന്നാണോ എന്തോ. ഈ പടത്തിലൊരു കൊല്ല ഡയലോഗ് ഉണ്ടാത്തിട്ടാണ് എനിക്ക് കിസ് തന്നാലേ നല്ല ലിപ് കിസ് അങ്ങനെ ഷോട്ട് കിട്ടിയത്. ഇവൻ ഏതോ കോഫി ഷോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് കോഫി കുടിക്കാൻ പോകുമ്പോൾ അവിടെ ആ കുരിപ്പുണ്ടാവും. ഇവൻ്റെ മെക്കെട്ട് കയറി വരുമ്പോൾ ഇവൻ പൊട്ടിച്ച് തിരിച്ചങ്ങ് കയറി പൊട്ടിക്കും മേലെ. അപ്പോൾ അവളങ്ങനെ ഷോക്കാവും. പിന്നെ പിറ്റേ ദിവസം ആ ബോക്സിംഗ് ക്ലബ്ബിൽ ഇവൻ ഒരു അടി ഉണ്ടാക്കുമ്പോൾ കറക്റ്റായി ഇവൾ അവിടെ വരും, അടി കാണും, ഇമ്പ്രസ് ആവും, പിന്നെ ലവ് ആവും. പിന്നെ ലവ് ആയി കഴിഞ്ഞാൽ ഒരു പാട്ടില്ലാണ്ടില്ലല്ലോ. ഡയറക്ടറിൻ്റെ ഉറപ്പിക്കൽ വീണ്ടും കണ്ടിന്യൂ. ക്യാമറാമാൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു FPV ഡ്രോൺ വെള്ളത്തിൽ കിടക്കുന്ന TV റിമോട്ട് എടുത്ത് നോക്കി വർക്കായി. ആ ഡ്രോൺ വെച്ചിട്ട് ഇയാൾ എന്തൊക്കെയൊക്കെയോ കാണിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കണ്ടാൽ നമുക്ക് ഇന്നെ തല തിരിഞ്ഞു പോകും. പിന്നെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ്റെ ഒരു കൊല പോസ് ലൈക്ക് ദിസ്. പിന്നെ അടുത്തടുത്ത് അങ്ങനെ കൊണക്കൽ ഡാൻസും കൊണക്കൽ സ്റ്റെപ്പുകളൊക്കെയാണ് അതുപോലെ. പിന്നെ അവളങ്ങനെ തേച്ചിട്ട് പോവനെ വഴക്കം പോലെ നടക്കും. അങ്ങനെ ഒരു പരിപാടി. പിന്നെ അവനെ തേച്ചിട്ട് പോയിട്ട് തന്നെ അവൻ്റെ അമ്മ പിന്നെ മാസ് ഡയലോഗും കൊല്ല മോട്ടിവേഷനൊക്കെയാണ്. ഇവനെല്ലാം നമ്മളെന്നെ വരെ എണിച്ചു പോയി കളിയും. പണ്ടാരും നിർത്തത്തില്ല അങ്ങനെ ഒരു മോട്ടിവേഷൻ. പിന്നെ മോട്ടിവേഷൻ ചെയ്താൽ കടപ്പുറത്തും അവിടെ കൂടെയൊക്കെ ഓടി ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്താ വെച്ചാൽ ഒരു മോട്ടിവേഷൻ കഴിഞ്ഞൊരു ഡെഡിക്കേഷൻ കഴിഞ്ഞ് അതിന് ഫൈറ്റിന് പോലല്ലേ അടിപൊളി ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി എത്ര കാണുന്നത് നമ്മൾ കാണാത്ത പടമാണ്. പിന്നെ മോട്ടിവേഷൻ കഴിഞ്ഞാൽ എല്ലാ ബോക്സിങ് കോമ്പറ്റീഷനിലും എല്ലാത്തിലും ജയിക്കും. ഒരു ജയിക്കലാണ്. പിന്നെ അതിനുശേഷം മെയിനായിട്ടൊരു കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ അവനവിടെ പങ്കെടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു കുരിപ്പ് വന്നിട്ട് ഇവനെ സ്പോൺസർ ചെയ്യും. ആ കുരിപ്പ് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. ഇവ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു അട്ടിയും പറത്തി അട്ടിയാണ്, ഏറലൊക്കെയാണ് ചെക്കന്മാർ. അങ്ങനെ മൊത്തം അട്ടിയൊക്കെ കഴിഞ്ഞ് ജയിച്ചിട്ട് ഇവർ മൊത്തത്തിൽ ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക ആ കുരിപ്പ് വേറെ വരില്ല, ആ കുരിപ്പിൻ്റെ അച്ഛനാണെന്ന്. അപ്പോൾ ഇവളൊക്കെ പറഞ്ഞ് വേണം വെച്ചിട്ടാണ് ഇവനെ മോട്ടിവേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്കപ്പ് ചെയ്തെന്ന് അവൾ പറയുന്നത്. ശരിക്കും പടന്ന് ചുമ്മാ. പിന്നെ ആ ഡയലോഗ് കൂടി കഴിഞ്ഞതിന് ശേഷം ഇവളിനെ ആരോ കടത്തിയിട്ട് പോവും. പണ്ടാരടങ്ങി പോയി വന്നിട്ട് മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുക, വീണ്ടും അവളെ തടി പോവുക രക്ഷപ്പെടുത്താൻ. കമ്മി വേണ്ട പറയാനെ തോന്നിയത്. പക്ഷെ അവർ വഴിയില്ലല്ലോ, ഓൾറെഡി പടം ടേക്കനാ. പിന്നെ തെരഞ്ഞു പോയി കുറേ ഇംഗ്ലീഷുകാർ പിള്ളേരുടെ അടുത്തൊക്കെ അടിയൊക്കെ വാങ്ങിക്കും. മേറലായിരിക്കും. പിന്നെ അങ്ങനെ തെരഞ്ഞ് അവസാനം ഒരു കാറിന്ന് ഒരാൾ ഇറങ്ങി വരും. വേറെ വരുമില്ല, നമ്മളുടെ മൈക്ക് ടൈസൺ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പടത്തിൻ്റെ അൾട്രാ ലെവൽ വെറുപ്പിക്കൽ. ഒന്നുമില്ല, ആദ്യം രണ്ടും കൂടെ അട്ടിയാവും. അവൻ പറയും ഞാനീ ഉള്ളിൽ കിടത്തിയിട്ട് ഇത് എന്തൊരു അൺഎഡ്യൂക്കേറ്റഡ് ഗേള് നീ എന്നെ വെച്ചു പറഞ്ഞ ആൾ പറയുമ്പോൾ ശരി അവൻ പറയും. അപ്പോൾ ഇവളെ വിടും. പക്ഷെ നോർമലായി വിടില്ലല്ലോ, ഒരട്ടിയാവും രണ്ടും കൂടെ. അങ്ങനെ ആദ്യത്തെ അട്ടിയൊക്കെ നമ്മളെ മൈക്ക് ടൈസൺ ഇട്ട് പൊരിക്കുവനെ. പിന്നെ അവസാനം തട്ടിയിലാണ് അൾട്രാ വെറുപ്പിക്കുക. ഈ മൈക്ക് ടൈസൺ ഇട്ട് അട്ടി അതാരോരുത്തൻ ലൈവ് സ്ട്രീം ചെയ്യും. ഇവൻ ആക്ച്വലി വേറൊരു സ്ഥലത്ത് ഫൈറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ അവനെ കാണാനില്ല, അവൻ്റെ ഒക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഈ ലൈവ് സ്ട്രീം അവിടെ ടെലികാസ്റ്റ് ചെയ്യും. ഒക്കെ കൂടെ ഷോക്കിങ് ആയി ഇങ്ങനെ നോക്കും, നീ മൈക്ക് ടൈസനോ പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് മൈക്ക് ടൈസനെ അടിച്ച് പരത്തിയിട്ടിട്ട് മൊത്തത്തിലൊക്കെ കൂടെ നിന്നൊരു സെൽഫി. സ്മെൽ മൈക്ക് ടൈസൺ ഇട്ടിച്ചിരി. പിന്നെ നമ്മളുടെ മൈൻഡിലും ഇതേ ചിരി തന്നെയാണ് ഈ പടം കണ്ടിട്ട്. ഈ പടത്തിൽ ലാസ്റ്റ് പറയേണ്ട ഒരു കൊല സ്റ്റെപ്പ് ഉണ്ട്. ഇതാണ് കൊല മാസ്.